ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ദേവീസ് വ്ലോഗിലേക്ക് സ്വാഗതം. പിന്നെ എങ്ങനെയുണ്ട്? മഴയൊക്കെയും നല്ല മഴയുണ്ട് അവിടെയൊക്കെയും. ഇവിടെ രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോൾ മോൻ സ്കൂളിൽ പോകണ നേരത്ത് നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഒന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതിന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ എന്താവോ എന്തോ. അപ്പോൾ കുറച്ച് വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അവിടെ പോണ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോ ഇടൽ കുറവാണ്. കാരണം എനിക്ക് വീഡിയോസ് ഇങ്ങനെ പുറത്തൊന്നും പോകാത്ത കാരണം അങ്ങനെ വീഡിയോസ് അങ്ങനെ ഇടൽ കുറവാണ്. ഷോർട്സാണ് ഞാൻ എപ്പോഴും ഇടാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു വീഡിയോ ഇടാം. അപ്പോൾ കൂട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇനി ഞാൻ വോയിസ് റെക്കോർഡാണ് ഇട്ടാൽ കൊടുക്കുന്നത്. കാരണം എനിക്കിനി ഇത് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ വോയിസ് റെക്കോർഡാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയുമ്മലാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയത്. സ്കൂട്ടറുമ്മലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോണ വഴിയിലത്തെ കുറച്ച് വീഡിയോസാണിത്. അങ്ങനെ നല്ല മഴയുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മഴയുടെ കുറച്ച് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് കടന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. റോഡ് ഭയങ്കര ബ്ലോക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയിൽ എൻ്റെ അനിയത്തിയുണ്ട് കേട്ടോ. അനിയത്തിയാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പോയി ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയി ഞങ്ങൾ എന്നും മുല്ലപ്പൂ വാങ്ങാറുണ്ട്. അത് ഞങ്ങൾ മുടക്കാറില്ല. എല്ലാ പ്രാവശ്യം അമ്പലത്തിൽ പോകുമ്പോൾ മുല്ലപ്പൂവ് നിർബന്ധമാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾക്ക് എന്താ പറയുക, അമ്പലം എന്ന് പറയുമ്പോൾ മുല്ലപ്പൂ അതൊക്കെയാണല്ലോ നമ്മൾ പെണ്ണുങ്ങൾക്കൊരു ഇത്. അപ്പോൾ അത് എന്തായാലും വാങ്ങും. പിന്നെ എന്താ വെച്ചാൽ ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. എത്ര പോയാലും നമുക്ക് മതി വരില്ല അവിടേക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അമ്പലത്തിൻ്റെ നടയിലേക്ക്. അപ്പോൾ മണ്ഡപത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ മുന്നിലെത്തി. ഞങ്ങൾ അധികം അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കൂടുതൽ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. അവിടെ വീഡിയോ അങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അധികം അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ അവിടെ നിന്നിട്ട് എടുക്കാൻ പാടില്ല, അത് ഇത് ചെയ്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സൈഡിൽ നിന്ന് കുറേ അവിടുത്തെ രണ്ട് സൈഡിലുള്ള നല്ല രസമല്ലേ അവിടെ കാണാൻ. രണ്ട് സൈഡിലും ഓരോ മാലകളും ആനച്ചമയങ്ങളും അങ്ങനെ ഇട്ട് നല്ല രസമാണ്. കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും എല്ലാം ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒന്നും വാങ്ങുന്നില്ല, എന്നാലും ഇങ്ങനെ നമുക്കിങ്ങനെ കണ്ട് നടക്കുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷം മനസ്സിൽ എന്നറിയും. അങ്ങനെ ഞങ്ങളിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കറങ്ങി ഗുരുവായൂരപ്പനെ തൊഴുതു. വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര വിലയാണ് അവിടെ. ഭയങ്കര വില പറഞ്ഞാൽ ഭയങ്കര വില. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ എന്നിട്ട് അമ്പലത്തിൻ്റെ ചുറ്റി, അവിടുന്ന് നടയുടെ അവിടെ നിന്ന് ചുറ്റി ഞങ്ങളിങ്ങനെ പായസം വാങ്ങി, പാൽപ്പായസത്തിൻ്റെ ചീട്ട് വാങ്ങി പായസം വാങ്ങി. അതുപോലെ അങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പായസം വാങ്ങാനുള്ള ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തി പായസം വാങ്ങി. ഞങ്ങൾ പിന്നെ പടിഞ്ഞാറേ നടയുടെ അവിടേക്ക് എത്തി. പടിഞ്ഞാറേ നടയുടെ അവിടുന്ന് ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് നേരം തൊഴുതു. അങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് അവിടുന്ന് പ്രസാദം കഴിക്കണം എന്നൊരു ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ അമ്പലത്തിൽ പ്രസാദം കുറച്ച് നേരം നിന്നപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് പ്രസാദം കഴിക്കാനുള്ളൊരു ഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ പ്രസാദം കഴിച്ചു. ഇന്നത്തെ ദിവസം അത്രയും എന്താ പറയില്ലേ, പ്രതീക്ഷിച്ചില്ല കേട്ടോ. കഴിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഗുരുവായൂരപ്പൻ്റെ പ്രസാദം കഴിക്കാൻ പറ്റി. അങ്ങനെ കുളത്തിൻ്റെ അവിടേക്ക് അങ്ങനെ വന്നു ഞങ്ങൾ. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നല്ല രസമാണ് ആ ഭാഗമൊക്കെ കാണാൻ. അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം അങ്ങോട്ട് ചുറ്റി കറങ്ങി കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ചുറ്റിയിട്ട് വരുമ്പോഴാണ് കുറേ പ്രാവുകൾ ഇങ്ങനെ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടത്. അങ്ങനെ ഞങ്ങൾ അതും കണ്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ഞങ്ങൾ അവസാനം ഗുരുവായൂരപ്പനോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. അങ്ങനെ ഇന്നത്തെ ദിവസം ഗുരുവായൂരപ്പനെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.